കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ തൊഴാനായിട്ട് പോകണ്ടേ. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്നിപ്പോൾ ഏത് രൂപത്തിലാണ് ഭഗവാൻ നമ്മളെ കാത്തു നിൽക്കണമെന്ന് അറിയില്ല. നമുക്ക് ദർശനം തരാൻ ഏതെങ്കിലും അമ്പാടിയിലെ രൂപങ്ങളാണോ ബാലലീലകളാണോ ഒന്നും അറിയില്ല. നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്ത് അത്തിമര ഗണപതി ക്ഷേത്രത്തിലെത്തിയിട്ട് ഗണേശനെ കണ്ട് തൊഴുത് വാതിൽപ്പടി ഗോപുരവാതിൽ കടന്നകത്തേക്ക് വരാം. പിന്നെന്താ പറയാനുള്ള വെച്ചാൽ കുറച്ച് ഭേദമുണ്ട്. എന്താ വെച്ചാൽ എല്ലാവരും ചോദിക്കുന്നു. അപ്പോൾ അസുഖത്തിന് സർജറി കഴിഞ്ഞ് ഇന്നലെ അവിടെ നിന്ന് പോന്നു, ഹോസ്പിറ്റലിൽ നിന്ന് പോന്നു. വീട്ടിലെത്തി. ഗുളികയുടെ ഒരു ഇതുണ്ടാകുമ്പോൾ കുറച്ച് സമാധാനമുണ്ട്. ഗുളിക ഇല്ലാതെ ആകുമ്പോൾ വേദന ഉണ്ട്. എന്നാലും കുറച്ചൊക്കെ സമാധാനമായതായി. നമ്മളെ നാട്ടിലേക്ക് എത്തിയപ്പോൾ തന്നെ കുറച്ച് ആശുപത്രിവാസം ഒന്ന് വിട്ടപ്പോൾ തന്നെ കുറച്ച് സമാധാനമുണ്ട്. ഇനിയിപ്പോൾ 22-ാം തീയതിയാണ് പോകേണ്ടത്. അപ്പോൾ എന്തായാലും കുറച്ച് ഭേദമുണ്ട്. എല്ലാവരും ഇങ്ങനെ ചോദിക്കണം. അപ്പോൾ അതിൽ മറുപടി പറയാൻ ഇപ്പം ഞാനല്ല എഴുതണം, മോളോ മോനോ ഒക്കെ എഴുതുക. അപ്പോൾ അവർക്ക് അതിന് കഴിയുണ്ടാവില്ല. അപ്പോൾ അത് ഏതായാലും ഇത് കൂടെ പറഞ്ഞതാണ്. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കൂ. എല്ലാവരും സന്തോഷത്തോടു കൂടി ഇരിക്കുക, കുഴപ്പമൊന്നുമില്ല എന്ന് കേട്ടോ. അങ്ങനെ നമ്മളപ്പോൾ തൊഴാനായിട്ട് പോവാം. അങ്ങനെ കൊടിമരം കണ്ട്, അതേപോലെ വലിയ ബലിക്കല്ലും കണ്ട്, കേശവൻ്റെ 2 കൊമ്പുകളും നടുക്കുള്ള ലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ വാതിൽപ്പടി കയറുമ്പോൾ ഇടത് വശത്തുള്ള മേൽപ്പത്തൂരിൻ്റെ പീഠവും അതേപോലെ ആ കിടാവിളക്കൊക്കെ കണ്ട് വലതേ സൈഡിലുള്ള ആദ്യത്തെ തൂണ് നോക്കി തൊഴാം. പിന്നീട് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഇന്ന് വളരെ അതിവിശിഷ്ടമായ കാഴ്ച. ധാരാളം പ്രകാശം കാണാനുണ്ട്. ഇന്നിപ്പോൾ എന്താ വെച്ചാൽ ഒരു ശത്രു സംഹാരത്തിൻ്റെ രൂപത്തിലാട്ടോ കാണാനുള്ളത്. ഉണ്ണിയുടെ കാൽപാദങ്ങൾ കാണാനുണ്ട്. അത് കുറച്ച് നന്നായിട്ട് അമർത്തി ചവിട്ടിയിട്ടുള്ള കാൽപാദങ്ങളാണ്. അപ്പോൾ കാൽത്തടകൾ കാണാനുണ്ട്. അതിൻ്റെ നടുക്കായിട്ട് ആ ബകാസുരൻ, അതായത് ബകപക്ഷിയുടെ 2 കൊക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വലിച്ച്, അതായത് ഉണ്ണിയുടെ 2 കൈ കൊണ്ടും ആ ബകപക്ഷിയുടെ 2 കൊക്കുകളും വലിച്ച് കൊല്ലുകയാണ്. അതായത് സംഹാരമാണെന്നിപ്പോൾ എന്തായാലും ശ്രീലകത്ത് കാണാനുള്ളത്. അസുരനെ നിഗ്രഹിക്കുന്ന ഒരു കാഴ്ച അതിമനോഹരം. കുറച്ച് ഗൗരവമൊക്കെയാണ് മുഖത്ത് വെച്ചാലും ഒരു പുഞ്ചിരിയുണ്ട്, സ്വതസിദ്ധമായ പുഞ്ചിരിയുണ്ട്. ആ ഒരു കാഴ്ചയാണ് ഉണ്ണിയുടെ മുഖത്ത്. ഉണ്ണി കുറച്ചൊക്കെ തടിച്ച് ഉരുണ്ട ഒരു ഉണ്ണിയാണ്. ആ ഒരു എന്താ വെച്ചാൽ ചെറുതായിട്ടൊരു ബലിഷ്ഠമായ കരങ്ങളോട് കൂടിയാന്നൊക്കെ പറയാം. അത്രയ്ക്ക് വലിയ ഇതൊന്നും ഇല്ലെങ്കിലും, കാരണം ഒരു അസുര പക്ഷീനെ കൊല്ലാനുള്ള ആ ഒരു ബലം വേണമല്ലോ. ആ ഒരു കാഴ്ച കാണാണ്ട് നന്നായിട്ട് ചന്ദനം കൊണ്ട് ഇങ്ങനെ ബകനെ ഉണ്ടായിട്ടുണ്ട്, ബകപക്ഷീനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ 2 വായി ഇങ്ങനെ അകത്തി പൊളിച്ച് കൊല്ലുകയാണ്. ആ ഒരു കാഴ്ചയാണ്. ഉണ്ണിയുടെ 2 കൈകൾ കാണാണ്ട്, വളകൾ അണിഞ്ഞിട്ടുണ്ട്, തോൾവളകൾ അണിഞ്ഞിട്ട് കാണാണ്ട്. അതേപോലെ പീലി തിരുമുടി ഇങ്ങനെ ഗോപീതിലകം വെച്ചിട്ടുണ്ട്. കഴുത്തിൽ ഒരു മാങ്ങാമാലയുണ്ട്, ഒരു പതക്കം പോലത്തെ മാല ഉണ്ട്, ഒരു വളയം പോലത്തെ മാല ഉണ്ട്. അതേപോലെ അരമണിക്ക് ഇങ്ങനെയൊക്കെ കാണാനുണ്ട്. ആ കാൽപാദം 2 ഇങ്ങനെ അമർത്തി നിർത്തിയിട്ട് നടുക്കാണ് പക്ഷീനെ അങ്ങനെ പിടിച്ച് 2 കൈ കൊണ്ടും പിടിച്ചിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച. അതേമാതിരി പീലി തിരുമുടി ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. 2 തിരുമുടിമാലകളുണ്ട്, വെളുത്ത പൂവും തുളസിയുമായിട്ടുള്ളതും തെച്ചിയും തുളസിയായിട്ടുള്ളതും. അതേമാതിരി ഉണ്ടമാലയുണ്ട് 2 അത് എങ്ങനെ വെച്ചാൽ തെച്ചി തുളസി, വെളുത്ത പൂവ്, തെച്ചി തുളസിയായിട്ട്. അപ്പോൾ അങ്ങനെ നല്ല പിന്നെ വിധാനമായിട്ട് 3-4 ഉണ്ടമാലകൾ ഇങ്ങനെ തുളസി മാലകൾ ചാർത്തിയിട്ടുണ്ട്. വളരെ നല്ലൊരു അപൂർവ കാഴ്ചയാണ്. അപ്പോൾ എന്തായാലും ഇന്ന് ബകാസുരനെ നിഗ്രഹിക്കുന്ന ആ പൊന്നുണ്ണിയാണ് നമ്മളിന്ന് കാണുന്നത്. അപ്പോൾ എല്ലാവരും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ സോപാനപ്പടിയിൽ നിന്ന് നമ്മളെല്ലാവരും കാണുകയാണെന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക. എന്നിട്ട് ആ കാഴ്ച കാണുക, ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഭഗവാന്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അങ്ങനെ അവിടുന്ന് കണ്ട് തൊഴുത് ഇറങ്ങി സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അതായത് നേരെ വന്ന്
അഗ്നികോണിലുള്ള വലിക്കല്ലി നോക്കി തൊഴാം. അതേപോലെ തെടപ്പള്ളി നോക്കി തൊഴാം. പിന്നെ ആലിലക്കണ്ണനെയും സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴുത് ഗണേശൻ്റെ അടുത്തേക്ക് വരിക. ഗണേശൻ്റെ അടുത്ത് എത്തിയിട്ട് ഗണേശനെ പ്രാർത്ഥിക്കുക. എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചോളൂ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി ദേവീനെ കാണുക. സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കുക. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അത് കഴിഞ്ഞ് അങ്ങനെ വന്ന് കോർണറിലെത്തിയാൽ ചെറിയ ഗണേശനെ കണ്ട് തൊഴാം. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് മേൽശാന്തിൽ അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങി പിന്നീട് വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപവും ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും അതേപോലെ അനന്തശായിയായ അനന്തപത്മനാഭനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് മുകളിലുള്ള ഉഗ്രരൂപിയായ നരസിംഹത്തെ കണ്ട് തൊഴാം. പിന്നെ ദശാവതാര വിഗ്രഹങ്ങളായ ശ്രീരാമചന്ദ്രൻ, ബലരാമൻ, ഭാർഗവരാമനൊക്കെ കണ്ട് തൊഴുത് ശ്രീകൃഷ്ണൻ്റെ അവിടെയും ഒക്കെ വന്ന് തൊഴുത് മുരുകനെയും വന്ന് തൊഴാം. പിന്നെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക. ഹനുമാൻ സ്വാമീനെ കണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുത് പിന്നെ രാധാകൃഷ്ണ വിഗ്രഹവും അതേപോലെ ആ കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. പിന്നീട് താമരക്കണ്ണനെ, കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴുത് കിഴക്ക് വശത്തെ മുകളിലേക്ക് നോക്കിയാൽ കൊടിമരം കണ്ട് തൊഴാം. പിന്നെ നൃത്താറിയും മണിക്കിണറുമൊക്കെ കണ്ട് തൊഴുത് കുറൂരമേനി, നാരദരെയും മേൽപ്പത്തൂരിനും വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് വരിക. പ്രസാദ കൗണ്ടറിൻ്റെ അവിടുന്ന് ചന്ദനം തീർത്തൊക്കെ വാങ്ങി പിന്നീട് അങ്ങനെ ഇടത്തരികത്തുകാവിലെ ഭഗവതിയുടെ അടുത്തേക്ക് വരിക. ഭഗവതിയെ കണ്ട് തൊഴുക. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ ഭഗവതീനെ, അമ്മേനെ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് അങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിക്കുക. എന്നിട്ട് പ്രാർത്ഥിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് തൊഴുക. അത് കഴിഞ്ഞൊന്ന് പ്രദക്ഷിണം ചെയ്ത് കൊടിമരത്തിൻ്റെ അവിടെ വന്ന് വീണ്ടും ഒന്ന് നമസ്കരിക്കുക. ഉണ്ണീനെ കണ്ട് ആ ബകാസുരനെ നിഗ്രഹിക്കുന്ന ആ ഉണ്ണിയുടെ രൂപത്തെ കണ്ട് മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കുക. പിന്നീട് കൂത്തമ്പലത്തിൻ്റെ അവിടെയും അയ്യപ്പസ്വാമിയുടെ അവിടെയും വന്ന് പ്രാർത്ഥിക്കുക. അയ്യപ്പസ്വാമിയുടെ അവിടെ വന്ന് പ്രാർത്ഥിച്ചോളൂ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങനെ പോന്ന് പ്രദക്ഷിണമായി വന്ന് പടിഞ്ഞാറ നടയിലുള്ള വേണുഗോപാല സ്വരൂപം കാണാം. ദീപസ്തംഭത്തിൻ്റെ മുകളിൽ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്ത് വന്ന് രുദ്രതീർത്ഥക്കുളത്തെ പ്രദക്ഷിണം ചെയ്യാനായിട്ട് വരിക. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നീട് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന വിഗ്രഹം കാണാനായിട്ട് നാരായണാലയത്തിൽ പോവാം. അതും കണ്ട് തൊഴുത് നമ്മൾ ഭഗവതി നടയിലും കിഴക്കേ നടയിലെ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെയും വന്ന് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി തൊഴുത് തെക്കേ നടയിൽ വരിക. തെക്കേ നടയിൽ വന്ന് ആ കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനും പാർവതീദേവീനെയും മനസ്സുകൊണ്ടിങ്ങനെ പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കാൻ ഗുരുവായൂരപ്പൻ സഹായിക്കട്ടെ. ഹരേ